എല്ലാവർക്കും എജുപൊട്ടിന്റെ മക്കൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ മിസ് കുറെ ദിവസമായിട്ടില്ലേ എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ട് എൻ്റെ മക്കള് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായി. ഏത് എക്സാമിന് ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണ്ട, എത്ര മാർക്സിന് വരും എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടിരുന്ന് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ള മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്താ പറയുക, പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ആനുവൽ എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കണം. അപ്പോൾ മിസ് ഏകദേശം ഇന്ന ചാപ്റ്ററിന് ഇത്ര മാർക്കിന് വരുന്ന ഏകദേശം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഇത്ര എന്താ പറയുക, നമ്മളെ ഫസ്റ്റ് പാഠത്തിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനേ വരൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പൊ മിസ്സാണ് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത്ര മാർക്കിനേ വരുള്ളൂ. അപ്പൊ നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ കുറേ കഴിഞ്ഞ വർഷത്തെയൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് അതിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ അതെന്താണ്, ഒരു ചാൻസ് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ ഇത്ര മാർക്കിനേ വരുള്ളൂ, ഇന്ന ചാപ്റ്ററേ വരുള്ളൂ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ നമുക്കൊരു ചാൻസ് പറയാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഒരു ഐഡിയ കിട്ടും അതിനെപ്പറ്റി. ആ ഒരു ഐഡിയ ആണ് എൻ്റെ മക്കളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കണം, നമുക്കൊരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇന്ന ചാപ്റ്ററിന് ഇത്ര ക്വസ്റ്റ്യൻ വരും, ഇന്ന ചാപ്റ്ററിന് ഇത്ര ക്വസ്റ്റ്യൻ വരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വഴി, അങ്ങനെ മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ പഠിക്കാൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ എന്ത് ചെയ്യണം, നമുക്കിതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിന്റെ നാൾവഴികൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇനി ഇത്രയും ദിവസം നമ്മൾ മുന്നിൽ നിന്ന് പുറകിലേക്ക് പഠിച്ചു വന്നു, ചാപ്റ്റേഴ്സ് ഒക്കെ തീർത്തു അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാഠപുസ്തകത്തിന്റെ പുറകിൽ നിന്ന് മുന്നിലേക്ക് വേണം പഠിക്കാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വേണം പഠിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്, നിയമവും സമൂഹവും. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണല്ലേ. ഒരുപാട് നിയമങ്ങളെ കുറിച്ചൊക്കെ അതിൽ പഠിക്കാനില്ലേ നമുക്ക്. യെസ്, നിയമവും സമൂഹവും ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട പാഠാണ് നമ്മുടെ 11th ചാപ്റ്റർ, നിയമവും സമൂഹവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം 8 to 7 മാർക്സിന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. 8 to 7 മാർക്സിന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പ്രതീക്ഷയാണ് 8 മുതൽ എന്താ പറയാ 7 മുതൽ 8 മാർക്ക് വരെ അതിൽ നിന്ന് ചോദിച്ചേക്കാം. നമുക്ക് കറക്റ്റ് 8 മാർക്കിന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ കറക്റ്റ് 2 മാർക്കിന് ചോദിച്ചേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏകദേശം അതെന്ത് ചെയ്യണം, എൻ്റെ മക്കൾ നന്നായിട്ടൊന്ന് നോക്കണം. അതേപോലെ നമ്മുടെ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്പേസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ചൊവ്വ, വ്യാഴം, ശനി, പ്ലൂട്ടോ, പല ഗ്രഹങ്ങളെ കുറിച്ചും അതേപോലെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചല്ലേ. എൻ്റെ മക്കൾക്കൊക്കെ ഓർമ്മയില്ലേ. അപ്പൊ അതിൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നും ഏകദേശം 6 to 8 മാർക്കിന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതും എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് വരാത്ത ചാപ്റ്റേഴ്സ് ആണ്. അത് നമ്മൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അതേപോലെ തന്നെയാണ് തുല്യതയിലേക്ക്, അതും നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള പാഠമാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്തായാലും 7 to 9 മാർക്സിന് അതും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് എന്തായാലും എൻ്റെ മക്കള് നന്നായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താണ്, ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാത്ത ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുക. പിന്നെ നാടറിയാമെന്ന് നമുക്ക് ഏകദേശം 3 to 6 മാർക്കിന് എന്ത് ചെയ്യാം,
പ്രതീക്ഷിക്കാം. അതേപോലെ നമ്മുടെ ഈ ഒരു ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ആ ഒരു പാഠത്തിനായാലും ഒരു എന്താ പറയുക 5 to 6 മാർക്കിന് നമുക്ക് അതും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ എന്താ ജനങ്ങളാൽ നമ്മുടെ 6th ചാപ്റ്റർ ആണ് ജനങ്ങളാൽ. ആ ഒരു ചാപ്റ്ററിന് നമുക്കൊരു 6 to 7 മാർക്കിന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ വരയ്ക്കാം വായിക്കാം. അത് നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള പാഠമല്ലേ? യെസ്, ആ ഒരു ചാപ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 to 8 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ വസ്ത്രത്തിന്റെ നാൾവഴികൾ അല്ലെ, വസ്ത്രത്തിന്റെ നാൾവഴികൾ ആ ഒരു ചാപ്റ്ററിന് നമുക്കൊരു 4 to 8 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നീട് തൊഴിൽ വൈവിധ്യങ്ങളെ കുറിച്ച് പഠിച്ചു. അത് നമുക്കൊരു 4 to 6 മാർക്കിന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പിന്നെ ഭക്ഷണവും മനുഷ്യനും അല്ലെ, അതും നമുക്കൊരു 3 to 4 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇത് ഫസ്റ്റ് പാഠത്തുനിന്ന് ഒരു 1 to 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 50 മാർക്കിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് മിസ് എന്ത് പറഞ്ഞത്, ലാസ്റ്റിന്ന് ഫസ്റ്റിലേക്ക് പഠിച്ചു പോകണം. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവാ. നമുക്ക് എന്ത് ചെയ്യാം, ഈ നിയമവും സമൂഹവും ആയാലും മണ്ണിലെ വിസ്മയങ്ങളായാലും തുല്യതയിലേക്കായാലും അതിൽ കുറേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം എൻ്റെ മക്കൾ ആദ്യം അത് പഠിച്ചു തുടങ്ങണം. എന്നിട്ട് ബാക്കിയുള്ള പാഠങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവാ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനൊന്നുള്ള സമയമില്ല. നമ്മൾ എക്സാം ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമുള്ളൂ. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ റിവൈസ് ചെയ്ത് പോയാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം പൊളിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ മിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് ഇനിയും വരും. ഇത് എൻ്റെ മക്കൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും, എങ്ങനെയൊക്കെ വരും എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഏത് ഓർഡറിൽ പഠിച്ചു പോകണം, ബാക്കിൽ നിന്ന് മുന്നോട്ട് ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകണം. ഈ ഒരു 3-4 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കണം, നല്ല കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്തിട്ട് കണ്ട് ഒന്നുകൂടെ ആ ഒരു നോട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. നമ്മുടെ ക്ലാസ്സിൻ്റെ അടിയിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറി നോട്ട് കൂടെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എജ്യൂപോർട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ എടുത്ത് കാണുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മക്കൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ ക്ലാസ് കിട്ടും. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഓർഡറിൽ വെച്ചിട്ടുണ്ടാവും. എക്സാംസ് ഉണ്ടാവും, മെൻറ്റി ബാർ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ മക്കൾക്ക് എക്സാം നല്ല കൂളായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂപോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എക്സാം പൊളിച്ചിട്ട് വരിക. അപ്പോൾ എന്ത് പറയണം, എൻ്റെ മക്കൾ വന്നിട്ട് പറയണം, മിസ്സേ എന്താ പറയുക, അടിപൊളി എക്സാം ആയിരുന്നു, മുഴുവൻ ഫുൾ മാർക്ക് കിട്ടും, ഫുൾ ഗ്രേഡ് കിട്ടും എന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണം വന്നിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മിസ് ഇനിയും വരും. എൻ്റെ മക്കൾക്ക് എക്സാം അടുപ്പിച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് വരും, ലൈവിൽ വരും. അപ്പോൾ അതൊക്കെ എൻ്റെ മക്കൾ കണ്ടിട്ട് എക്സാം അടിപൊളിയാക്കണം. അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.